أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بعد الشكر لله سبحانه وتعالى والحمد له والصلاة على الحبيب صلى الله عليه وسلم نشكر ضيوفنا الكرام شكرا جزيلا على مساعدتهم واجتهادهم في هذا المسجد وفي سائر المساجد في هذه البلاد الطيبة. لا أطيل الكلام في اللغة العربية. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു മസ്ജിദ് ഉണ്ടായാൽ ആ മസ്ജിദ് കൊണ്ട് അതുള്ള പ്രദേശത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും സന്തോഷിക്കണം. ഹൈന്ദവരും ക്രൈസ്തവരും എന്തിനാണ് സന്തോഷിക്കുന്നത്? അത് മറ്റൊന്നുമല്ല. ഉദാഹരണങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഒന്ന് മാത്രം ഞാൻ പറയാം. നാം ഇവിടെ പള്ളിയിലൊരു മുദരിസിനെ നിശ്ചയിച്ചിട്ടുണ്ട്. കുട്ടികൾ, പുറം നാട്ടുകാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു. നാട്ടുകാരായ കുട്ടികളും വരുന്നു, പഠിപ്പിക്കുന്നു. എന്താണ് നമ്മുടെ ഈ പള്ളിയിൽ പഠിപ്പിക്കുന്നത്? ഒരു ഉദാഹരണം. ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങി നിങ്ങൾ വാഴക്കാട്ടേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു വാഹനം മറിഞ്ഞു കിടക്കുന്നു. ആളുകൾ നിലവിളിക്കുന്നു. ഇത് കണ്ടാൽ നിങ്ങൾ ഈ ആളുകളെ ഉടനെ എടുത്ത് ആസ്പത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കണം. അവിടെ നെറ്റിയിൽ നിസ്കാരത്തയമുള്ള മുസ്ലിം ആണോ അതല്ല ദ്രാക്ഷമാല ധരിച്ച ഹിന്ദു ആണോ അല്ലെങ്കിൽ കുരിശ് ധരിച്ച ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാൻ പാടില്ല. ഇത് മനുഷ്യനാണ്. ഉടനെ മനുഷ്യനെ ആസ്പത്രിയിൽ എത്തിച്ചു കൊടുക്കണം. മനുഷ്യരെ സഹായിക്കണം. ഇത് നമ്മളെ പള്ളിയിൽ നിന്ന് പഠിപ്പിക്കുന്ന പാഠമാണ്. മക്കളെ, നിങ്ങൾ കളവ് നടത്താൻ പാടില്ല. ഹൈന്ദവരുടേതും ക്രൈസ്തവരുടേതും മുസൽമാനതും ജൂതന്റെതും ഒരു മനുഷ്യന്റെതും കളവ് നടത്താൻ പാടില്ല. ഇത് മറ്റൊരു പാഠമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളാണ് ഈ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പള്ളിയും ക്ലാസും ഉണ്ടാകുന്നത് നാടിന് മുഴുവനും നേട്ടമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് മാത്രമായി എനിക്ക് പറയാനുള്ളത്, നമ്മളെ എപ്പോഴും കൽബ്, ഹൃദയം അത് ശുദ്ധിയുള്ളവരാവണം. കൽബിന്റെ ഉള്ളിൽ ഒരണുമണി അസൂയ ഉണ്ടായാൽ നമ്മളെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഇൻകാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ ലാ യദ്ഖുലുൽ ജന്ന. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അണുമണിയുടെ അത്ര കിബിർ, അഹംഭാവം അതുണ്ടായാൽ അവൻ സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ അഹംഭാവത്തിൽ നിന്നും കിബിറിൽ നിന്നും അതുപോലെ അസൂയ, ഒരാൾക്ക് അള്ളാഹു തആല വലിയ നിഅമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഖളാഇൽ പൊരുത്തല്ല എന്നല്ലേ അതിന്റെ അർത്ഥം.
അള്ളാഹുവിന്റെ ഖളായിൽ പൊരുത്തല്ലാതെ ആയാൽ നമ്മൾ പിഴച്ചു പോവില്ലേ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു മനുഷ്യനോടും അസൂയ വെക്കാൻ പാടില്ല, നമ്മുടെ ഹൃദയത്തിൽ കിബിറ് വെക്കാൻ പാടില്ല, ലോകമാന്യം പാടില്ല. നമ്മളെ ഖൽബ് നന്നാക്കണം. സഹോദരന്മാരെ, നമ്മൾ അടുത്ത് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടവരാണല്ലോ. എല്ലാവരും പോകും. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ്സ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഖറബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ ഏറ്റവും നല്ല സൽ സ്വഭാവിയാണ്. ആളുകളെ പരിഹസിക്കുന്നവൻ അല്ല, ചീത്ത പറയുന്നവൻ അല്ല, ഗൈബത്ത് പറയുന്നവൻ അല്ല, പരദൂഷണം പറയുന്നവൻ അല്ല, നമീമത്തുകാരനല്ല. മറിച്ച് ഹൃദയം ശുദ്ധിയുള്ള, സ്നേഹമുള്ള, ഏറ്റവും വലിയ സൽ സ്വഭാവി ആരാണോ അവനാണ് ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുത്തത് എന്ന് പരിശുദ്ധ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പള്ളി ഉണ്ടായാലും പള്ളി ഉദ്ഘാടനം ചെയ്താലും അവിടൊക്കെ ഇബ്ലീസ് വന്നിട്ട് നമ്മളെ കൽബിൽ ഇപ്പം എന്തായടാ, നമ്മളങ്ങനെ ഉണ്ടാക്കിയില്ലേ എന്നൊരു കൂട്ടരെടുക്കലും, നമ്മൾ കാണിച്ചു തരാം, കുറച്ചു കാലം ഉണ്ടാവും, പിന്നെ അത് ഉണ്ടാവില്ല എന്ന് വേറൊരുത്തന്റെ കൽബില്. ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്ന ലഅനത്താക്കപ്പെട്ട, ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് നാം പൂർണ്ണമായി മാറി നിൽക്കണം. റഹ്മുർ-റഹീമായ അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹാഭാഗ്യമാണ് ഒരു പള്ളി ഉണ്ടാക്കുക. ഇവിടെ എന്നല്ല, എല്ലാ സ്ഥലത്തും നല്ല പള്ളികളുണ്ടാകുന്നത് നാട്ടിനും ജനങ്ങൾക്കും എല്ലാം ഉപകാരപ്രദമായതാണ് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ഫീഹി റിജാലുൻ, പള്ളിയിൽ നിസ്കരിക്കുന്നത് പുരുഷന്മാരാണ്, യുഹിബ്ബൂന അൻ യതതഹറു, ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ള പുരുഷന്മാരെ, ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല പ്രിയം വെക്കും. ശുദ്ധി എന്ന് പറഞ്ഞാൽ വസ്ത്രവും തലവും മാത്രം ശുദ്ധിയായാൽ പോരാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കടലിൽ പോയി കുളിച്ചാലും ഈമാനില്ലാത്ത ഒരു മനുഷ്യന്റെ ജനാബത്ത് നീങ്ങുകയില്ലല്ലോ. ഈമാൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ കടലിൽ പോയി മുങ്ങിക്കുളിച്ചാലും, അല്ല നമ്മുടെ ഈ പുഴയിൽ പോയി മുങ്ങിക്കുളിച്ചാലും, എത്ര വട്ടം കുളിച്ചാലും അവന്റെ ജനാബത്ത് നീങ്ങുന്നില്ല. എന്തുകൊണ്ടാണ്? ജനാബത്ത് കുളിയുടെ ഷർത്തിൽപ്പെട്ട ഒന്ന്, ആദ്യത്തെ ഷർത്ത് ഈമാൻ. ഈമാൻ വേണം. അതുള്ളവരുടെ ജനാബത്ത് മാത്രമേ നീങ്ങുകയുള്ളൂ. ജനാബത്ത് എന്ന് പറഞ്ഞാൽ വൃത്തികേട് എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാനുള്ള ഒരർത്ഥം പറയാൻ. സ്ത്രീ പുരുഷന്മാരുടെ സമ്പർക്കത്തിനാൽ ജനാബത്ത് ഉണ്ടാകും, സ്ഖലനമുണ്ടാകുന്നതിനാൽ ജനാബത്ത് ഉണ്ടാകും. അങ്ങനെ ജനാബത്ത് ഉണ്ടാകുന്നവർക്ക് പള്ളിയിൽ കടക്കാൻ പാടില്ല, മുസ്ഹഫ് തൊടാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്നാണല്ലോ നിയമം. ഇത് നിങ്ങളൊക്കെ പഠിച്ചതല്ലേ? അപ്പൊ ആത്മീയമായ ഒരു വൃത്തികേട് ആണ് ജനാബത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈമാനില്ലാത്ത ഒരൊറ്റ മനുഷ്യന്റെയും ജനാബത്ത് ഉയരുകയില്ല. അത് ഉയരണമെങ്കിൽ ഈമാൻ തന്നെ വേണം. അപ്പൊ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ തമ്മിൽ അസൂയയും അതുപോലെ മറ്റ് വൈരാഗ്യവും അതൊന്നും വെച്ചിട്ട് നമ്മൾ നടക്കാൻ പാടില്ല. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം നാടിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കണം. നാട് സംരക്ഷിക്കുന്ന വിഷയത്തിൽ എല്ലാവരും ഒന്ന്. അത് രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലാത്ത പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും
നമ്മുടെ നാട് തന്നെയാണ്. ആ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ആത്മാവിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പള്ളി കൊണ്ട് നമ്മൾ നന്നായി തീരണം. എന്റെ പ്രിയപ്പെട്ട മോമിനികളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ കയറിയാൽ നവൈത്തുൽ ഇഅ്തികാഫ എന്ന് കരുതി, ഇഅ്തികാഫിനെ കരുതി അവിടെ ഇരിക്കുകയും ആ സമയത്ത് ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ഇരുന്നതിന് ശേഷം ഈ നിയ്യത്തോടുകൂടി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഅ്തികാഫിന്റെ കൂലിയുണ്ട്. അവിടെ ഖുർആൻ ഓതുക. എല്ലാവരും സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ ഹാജരാവുക. പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് റെഡിയായിപ്പോയി. നമ്മൾ പോയി ഉറങ്ങാൻ പാടില്ല. എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ ഒരു ദിവസം മർക്കസിലൊന്ന് വരി സുബഹി നിസ്കരിക്കാൻ. സുബഹി നിസ്കരിക്കാൻ ഒന്ന് മർക്കസിൽ വരണം എല്ലാവരും. നിങ്ങൾ സമ്മേളനത്തിനും അല്ലാതെയൊക്കെ വരുന്നവരാണല്ലോ. ഒരു ദിവസം നിങ്ങൾ സുബഹിക്ക് ഒന്ന് വരും. 10,000 കുട്ടികൾ, അല്ലേ? 10,000 കുട്ടികൾ മുതഅല്ലിമീങ്ങൾ ഒന്നായി എഴുന്നേറ്റ് അതാ ആ ജുമുഅത്ത് പള്ളിയിലേക്ക് വരുന്ന കാഴ്ച. ശരീഅത്ത് കോളേജ് ഒരു ഭാഗം, യതീം ഖാൻ വേറെ ഒരു ഭാഗം, ബോർഡിംഗ് മറ്റൊന്ന്, +2 മറ്റൊന്ന്, ഇങ്ങനെ തുടങ്ങി അവിടെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 കുട്ടികൾ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടുകയും ആ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്ത്, എന്നിട്ടോ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് 10, 15, 20 മിനിറ്റ് ഖുർആൻ ഓതി. അങ്ങനെ ഈ ഒരു കാഴ്ച മക്കളെ നിങ്ങൾക്കൊന്ന് കാണാം. ഒറ്റ ദിവസം ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ സഹീഹുൽ ബുഖാരി ദർസിൽ പഠിക്കുന്നവരുണ്ട്. ഒരൊറ്റ ദർസിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഇത്രയും മുമ്പിൽ കാണുന്ന ഇതിലും അധികം ആള് എൻ്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഹാജരാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദർസിന് വലിയ മഹത്വം. ചുരുങ്ങിയതൊരു 50-ലധികം ആളുകൾക്ക്, കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയ അനുഭവം നമുക്ക് അറിവുണ്ട്. നമ്മൾ അറിയാത്തത് എത്രയോ ഉണ്ട്. ബുഖാരിയുടെ ദർസിൽ വന്ന് ഇരിക്കുകയും ദുആ ചെയ്യിപ്പിക്കുകയും അവിടെ നിന്ന് പനിനീര് വന്തിരിച്ച് കൊണ്ടുപോയി കണ്ണിരുറ്റിക്കുകയും ചെയ്തിട്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ തിരിച്ചു കിട്ടിയത് ഏകദേശം 50-ലധികം പേർ നമുക്കറിയാവുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനെ, എന്താണതിന് കാരണം? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, അവിടുത്തെ ഫഅലുകളും വിവരിക്കുന്ന സഹീഹായ ഹദീസ്. അവിടെ മലക്കുകൾ ഹാജരാകും. അവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലും. അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി ദുആ ചെയ്യും. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും ചിലപ്പോൾ ഹാജരാവാം. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഹാജരാവാം. അങ്ങനെ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാം ഹാജരാകാവുന്ന വലിയ മജ്‌ലിസായതുകൊണ്ട് മജ്‌ലിസിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടുപോയ സാധനം കണ്ണിലുറ്റിച്ചിട്ട് കണ്ണിന് കാഴ്ചയുണ്ടായത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എൻ്റെ പവറല്ല, ആ മജ്‌ലിസിന്റെ പവറാണ്. അതുപോലെ മക്കളെ, നിങ്ങളെല്ലാവരും ജമാഅത്തിന് വന്ന്, നമ്മുടെ പള്ളിയിൽ വന്ന് ജമാഅത്തിന് വന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഖുർആൻ ഓതി പണ്ടെങ്ങാനും പഠിച്ചത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി പുതുക്കി നന്നായി എല്ലാവരും നല്ലൊരു ഉണർവ് ഉണ്ടായിത്തീരാൻ ശ്രമിക്കുക. ബശ്ശിരിൽ മസാഈന ഫീ ളുലമിൽ ലൈലി മിൻ നൂരി താം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, രാവിലെ ഫജ്ർ നിസ്കാരത്തിന് വേണ്ടിയും അതുപോലെ രാത്രി ഇശാ നിസ്കാരത്തിനും ഇരുട്ട് സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കണം, സന്തോഷ വാർത്ത അറിയിക്കണം. നാളെ ആഖിറത്തിൽ വെച്ച് യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. ആഖിറത്തിൽ വെച്ച് അതാ വലഭാഗത്തും മുൻഭാഗത്തും വെളിച്ചമിങ്ങനെ കത്തിലെങ്കുന്ന സമയത്ത് സന്തോഷം സന്തോഷം എന്ന് ബലി അറിയിച്ചുകൊണ്ട്
വിളിച്ചു പറയപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹി നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും ഇരുട്ടിന്റെ സമയത്ത് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നവർക്ക് നിങ്ങൾ ഈ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. അത് സ്ത്രീകൾക്ക് ഇല്ല. സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ചാണ് ഏറ്റവും ഉത്തമം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് ഫർളായ നിസ്കാരം പുരുഷന്മാർ കഴിയുന്നതും പള്ളിയിൽ പോയി നിസ്കരിക്കണം. അതുപോലെ സുന്നത്ത് നിസ്കരിക്കണം. സുന്നത്ത് ഇന്ന് തന്നെ ഇപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കുറച്ചാൾ എഴുന്നേറ്റ് കൊടുക്കിയത് ഞാൻ പറഞ്ഞത്. സ്ഥലമുണ്ടെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടേ എഴുന്നേക്കാൻ പാടുള്ളൂ. എല്ലാവരും 2 റക്അത്ത് ഏറ്റവും ചെറിയ മുഅക്കദായ സുന്നത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. إن شاء الله لك الإجازة إن شاء الله. إن شاء الله. إن شاء الله. جزاكم الله خير شيخ. باكر إن شاء الله. نشوفكم باكر في المركز. جزاكم الله خير. جزاكم الله خير. إن شاء الله. إن شاء الله. زوجتي هنا تريد امر شوي احتمال انه يكون عندي صار في امر عليه. واذا صار عندي ولد ان شاء الله. شيء تامرني؟ جزاك الله خير. السلام عليكم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ ഇരുന്നതും
കേട്ടതും ഈ പരിപാടിയിൽ സഹകരിച്ചതും എല്ലാം സ്വാലിഹായ അമല് ആക്കി തരട്ടെ. നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഒരു വിഷമം പറയാനുള്ളത്, ഈ പള്ളിക്ക് സ്ഥലം വാങ്ങിയ വകയിൽ ഇപ്പോഴും വലിയൊരു സംഖ്യ കടമുണ്ട്. അങ്ങോട്ട് വാങ്ങി ഉണ്ടാക്കിയതാണ്. ആ കടത്തിലേക്ക് ഓരോ ലക്ഷം ഉറുപ്പ്യ കുറച്ചാൾ തരണം. 50,000 വേറെയും തരണം. ആരെങ്കിലും കഴിയുന്ന സംഖ്യ ഒക്കെ തരണം. ആരുണ്ടാക്കുമോ? 10 ഉറുപ്പ്യൻ്റെ മേലെ കടമുണ്ട്. ഉണ്ട ഒരാള് 1,00,000 ഉറുപ്പ്യ തരാൻ ആരെങ്കിലും ഉണ്ടോ? ബഷീർ ഹാജി അനന്തായൂര് 1,00,000 ഉറുപ്പിക. അല്ലാഹു അക്ബർ. അല്ലാഹ് അദ്ദേഹത്തിന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കണേ അല്ലാഹ്. കച്ചവടത്തിലും ജോലിയിലും എല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വേഗം നോക്കി എനിക്ക് ഷോപ്പിന്റെ എല്ലാ പ്രശ്നവും അല്ലാഹ് തീർത്തു കൊടുക്കട്ടെ. മരിച്ചുപോയ ആ ബഷീറിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ദോഷങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പിന്നെ ആരാണ്? എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണം. വേഗം പറയും. ഒരു ലക്ഷം തന്നെ വേണമെന്നില്ല. അതിന്റെ താഴെയും കൊടുക്കാം. ഇല്ലെങ്കിൽ പോട്ടെ, ഞാൻ ദ്വാരക്കാണ്. ഞങ്ങളെ 25 ആണെങ്കിൽ 25 ആവട്ടെ. 50 ആണ്, 50 ആവട്ടെ. PC നൗഷാദ് 25,000 രൂപ. ബാപ്പുവാജിന്റെ മകന്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല ഖൈറായ ഉദ്ദേശമൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ഇനി ആരാണ്? ഒരു 425 കൂടി കിട്ടിയാൽ 1,00,000 ആകുമല്ലോ. ഞാൻ ദ്വാരക്കാണ് പഠിച്ചവൻ. ഇവർക്കൊണ്ടൊന്നും ആവൂല എന്നാ പറയുന്നത്. 10 തരാനുള്ളവരും ഉണ്ടാവും. അബൂബക്കർ മുസ്ലിയാർ ചൂരപ്പെട്ട 10,000 രൂപ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാ ലോകത്തെയും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയണേ മക്കളെ. നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ അബുഹാജി കുളമ്പലം 10,000 ഉറുപ്പിക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളെയും ശിഫയാക്കി കൊടുക്കട്ടെ. ലത്തീഫ് ഹാജി 25 ഉറുപ്പിക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ. AK സലാം ഹാജി 10,000 ഉറുപ്പിക അല്ലേ? ഉള്ളിടത്തെല്ലാം തരും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കച്ചവടത്തിലും ജോലിയിലും കുടുംബത്തിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. മർഹൂം ശ്രീ ബാവ ഹാജിക്ക് വേണ്ടി ഊർക്കടവ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗ്ഗതപ്പാക്കി കൊടുക്കണേ അല്ലാഹ്.
അദ്ദേഹത്തെ നീ പുറത്തു കൊടുക്കണേ അള്ളാ. അത് വായിച്ചു നോക്കി. ഉമ്മ വന്നതാ. ഉമ്മൻ്റെ വകയുണ്ട്, വാപ്പാനൊക്കെ വേണ്ടി അള്ളാ. രണ്ടും നീ കബൂൽ ചെയ്യണേ അള്ളാ. ബർക്കത്ത് ചെയ്യണേ അള്ളാ. ബർക്കത്ത് ചെയ്യണേ അള്ളാ. പിന്നെ ആര്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم باعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب. ارحم الراحماയ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, പ്രിയക്കാരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. വാഹിരിയും ബാത്തിനിയുമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. എല്ലാ ളാലിമീങ്ങളെ ദുൽമിൽ നിന്നും അല്ലാഹുവെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ഹലാക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും നീ സഹായിക്കണേ അല്ലാ. പായസം കൊടുത്തവരുണ്ട്, അതുപോലെ അപ്പം കൊടുത്തവരുണ്ട്, മറ്റു പല വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തവരുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ പള്ളിക്ക് വേണ്ടി ഒരു തരി മണ്ണ് കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ സഹായിച്ചവർ എല്ലാവർക്കും നീ സഹായം നൽകണേ അല്ലാ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ റഷീദ് സഖാഫിൻ്റെ ഉമ്മ അടുത്ത് മരിച്ചു പോയതാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ആക്കോട് അബ്ദുള്ള എന്ന് പറയുന്ന മർക്കസിൽ 30 കൊല്ലം ഭക്ഷണം പാകം ചെയ്തിരുന്ന സാധു മനുഷ്യൻ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. സയ്യിദലവിയ സയ്യിദലവിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പഠിച്ചവൻ ഇതിനെല്ലാം കാരണക്കാരനായ TC മുഹമ്മദ് മുസ്ലിയാർ ഇന്ന് ഞങ്ങളുടെ കൂടെ അല്ല. ഇവിടെ എല്ലാ പ്രവർത്തനത്തിനും തുടക്കം കുറിച്ച മഹാനാണ്. കൊണ്ടോട്ടി ജുമാഅത്ത് പള്ളിയുടെ സ്ഥലം വാങ്ങുന്നതിലടക്കം തുടക്കം കുറിച്ച മഹാനാണ്. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റിത്തരണം റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പല ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിനെ നീ സ്വർഗ്ഗതൊപ്പായി കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ.